ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ അങ്ങനെ അമേരിക്കൻ എയർ ബേസുകൾ, അതായത് ഖത്തറിലുള്ള അമേരിക്കൻ എയർ ബേസുകൾ അങ്ങനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇതെന്തായാലും യു എസിനുള്ള ഒരു നല്ല മുട്ടം പണിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിന് കുറച്ച് വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഖത്തറിൽ കുറേ മലയാളി എന്നല്ല, ഇന്ത്യൻസ് കുറേ പേരുണ്ട്. ഓക്കെ, എല്ലാവരും സേഫായിട്ട് ഇരിക്കുക തന്നെയാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഖത്തറിലെ ഏതോ ഒരു ബിൽഡിങ്ങിന് മിസൈൽ വന്ന് വീണിട്ട് തീ പിടിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഖത്തർ അതോറിറ്റീസും കാര്യങ്ങളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഇപ്പോൾ അവിടെ തന്നെ ഓൾറെഡി എല്ലാ സ്കൂളുകളും കാര്യങ്ങളും എല്ലാം അടച്ചിട്ടുണ്ട്. ഓക്കെ, സ്കൂളുകൾ അടച്ചു, അതേപോലെ തന്നെ വർക്ക് ഫ്രം ഹോം, കമ്പനീസിലെല്ലാവരും വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. എല്ലാവരും മാക്സിമം ശ്രദ്ധിച്ചിട്ടിരിക്കുക. കാരണം ഏത് നിമിഷവും അവിടെ ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥ ആവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ യു എസ് ഇറാനിൽ ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റഷ്യയും കാര്യങ്ങളും ചൈനയൊക്കെ ഇറാനിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുള്ള കാര്യം ഏകദേശം ഷുവറായിട്ടുണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇതിൽ കുറച്ച് ക്ലിപ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 2 ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം, നിങ്ങൾ ഈ ഒരു സൈഡിൽ കണ്ടോട്ടാ. ഈ ക്ലിപ്സ് നമുക്ക് ക്രോമെൻ്റലിൻ്റെ സ്റ്റോറിയിൽ നിന്നും അതേപോലെ തന്നെ ന്യൂസ് ചാനൽസിൽ നിന്നൊക്കെ കിട്ടിയതാണ്. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, സംഖ്യ വരുന്നുണ്ട് കേട്ടോ. സംഭവം നമ്മളിത് ആദ്യമായിട്ടോ അങ്ങനെ ഇത് പ്രതികരിക്കണ ഭായി അന്തർ ജാവോ ബിൽഡിങ്ങിന്റെ മുന്നിൽ വരെ മിസൈൽ ഇതാ ഇവിടുന്ന് തന്നെ പൊട്ടിക്കുന്നതാ മോളിന്ന്. മിസൈൽ എന്റെ മോനെ മിസൈൽ മോളിൽ തന്നെ പൊട്ടിക്കുന്നത് അവനെ. നോക്കണം, പുറത്ത് നോക്കണോ. ഓക്കെ, എങ്ങനെയുണ്ട്? ഫുള്ളൊരു തീമഴ. ഈ ഖത്തറിലുള്ളവരൊക്കെ കുറേ കാലത്തിന്, ഗൾഫ് വാറിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നത്. അമേരിക്ക തിരിച്ചടിച്ചപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഊഹിച്ചതാണ് ഇതിനി ഏത് എയർ സ്പേസിലാണ്, അതായത് ഏത് എയർ ബേസിലാണ് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. അതങ്ങനെ ഖത്തറായിട്ടുണ്ട്. ഖത്തർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇപ്പോൾ ഇവൻ മലയാളി സുഹൃത്തുക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവൻ മലയാളി സുഹൃത്തുക്കൾ വരെ മെസ്സേജ് അയച്ചിട്ട് ഓരോ സ്ഥലത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മിസൈൽ പോകുന്നു, അവരെന്നെ പറയുന്നുണ്ട് അവർ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. കുറേ ഡോട്ട്സ് മേലെ മിസൈൽസ് പോകുന്നതാണോ, ഏതൊരു ബിൽഡിങ്ങിന് തീ പിടിച്ചതായിട്ടൊക്കെ കാണുന്നുണ്ട്. എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക. ഈ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. എംബസീൻ്റെ, അതായത് ഇന്ത്യൻ എംബസി ഓഫ് ഖത്തർ, അവർ പറയുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിച്ച് മുമ്പോട്ട് പോവുക, വീടിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങാതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. എന്തായാലും അമേരിക്ക വടി കൊടുത്ത് അടി വാങ്ങി എന്ന് പറഞ്ഞ പോലെ ഇറാൻ അത്ര ചെറിയ രാജ്യമായിട്ട് അവർ കണക്ക് കൂട്ടി. ട്രംപിന് അല്ലെങ്കിൽ ഒരു പണിയുണ്ട്, ഈ ലോക പോലീസ് കളിക്കുന്ന ഒരു പണിയുണ്ട് ട്രംപിന്. അതെന്തായാലും ഇപ്പോൾ പണിയായി. ഇവർ ഈ ഹോമൂസ് കടലിടുക്ക് അടച്ചപ്പോൾ തന്നെ അമേരിക്കേൻ്റെ അകത്ത് വൻ പ്രതിഷേധമാണ്. കാരണം ഓയിലിനും കാര്യങ്ങളിലും ഗ്യാസിനൊക്കെ വില കൂടും അമേരിക്കയിൽ ഇത് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ഓയിൽ മൊത്തം ഈ ഒരു സൈഡിൽ കൂടിയാണ് വരുന്നത്. ഇത് അടച്ചു കഴിഞ്ഞാൽ വേൾഡിൻ്റെ 20% ഓയിൽ ട്രാഫിക്കാണ് അവിടെ നിൽക്കാൻ പോകുന്നത്. ചൈനയിലേക്ക് പോകുന്നതായാലും നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നതായാലും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങൾക്കും ഈ ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇറാനാണ് ഏറ്റവും കൂടുതൽ ഓയിൽ സപ്ലൈ ചെയ്യുന്നതും. ഇറാന്, സൗദി, ഖത്തർ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളാണ്. ഖത്തറിലെ US എയർ സ്പേസിലാണ് പടി നടന്നിട്ടുള്ളത്. ഇനി ഇത് ട്രംപ് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നോക്കണം. ട്രംപ് ഇതിന് വല്ല ആക്ഷൻസും എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ വേൾഡ് വാർ 3 ഒരു
ഏകദേശം ലെവലിൽ എത്തും. ആ തീരുമാനങ്ങളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റഷ്യയും ചൈനയും കൂടി ഇടപെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഏകദേശം ഒരു തീരുമാനം ആവാനുള്ള ചാൻസും കാര്യങ്ങളുണ്ട്. സോ ഭയങ്കര സിറ്റുവേഷൻസാണ്. സോ നമ്മൾ ഇന്ത്യ എന്തായാലും ന്യൂട്രൽ സ്റ്റാൻഡേ നിൽക്കുള്ളൂ. കാരണം ഏത് ഭാഗത്ത് നിൽക്കാതെ നമ്മുടെ ഭാഗം സേഫായിട്ട് നിൽക്കാനുള്ളൊരു നിൽക്കുള്ളൂ. സോ റഷ്യ ഓൾറെഡി പറഞ്ഞു ഇറാന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ അവർ സപ്ലൈ ചെയ്യും എന്നുള്ളത്. സോ ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്ത് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ആ പരിസരങ്ങൾ നാശമാക്കും. ആ പരിസരം എന്നല്ല, അതിൻ്റെ അപ്പുറത്തെ സ്ഥലങ്ങളും ആ ഒരു ഏരിയ മൊത്തം അത് കാറ്റിൽ കൂടെ പകരുന്ന ഒരു ഇതാണല്ലോ. സോ ആ കാറ്റ് പോണത് എങ്ങടെയൊക്കെയോ അവിടെയൊക്കെ അത് പോവും. അതാണ് പ്രശ്നം. സോ ഖത്തറിലുള്ള എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. സോ ആരും അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ നെഗറ്റീവും കാര്യങ്ങളൊന്നും പുറത്തു വിടാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടുത്തെ കറണ്ട് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ നമ്മളെ പോലത്തെ ഉള്ള ആൾക്കാർക്ക് അതൊക്കെ ഭയങ്കര ഒരു ഉപകാരപ്പെടും. സോ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയൊക്കെ തന്നെ പറയുള്ളൂ. സോ അമേരിക്ക പടി കൊടുത്ത് അടി മേടിച്ചു എന്ന് തന്നെ വേണം പറയാൻ. സോ ഈ പൊളിറ്റിക്കൽ വാറിനിടയ്ക്ക് ഈ പാവപ്പെട്ട സാധാരണക്കാരാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കടന്ന് നമ്മൾ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അതുതന്നെയാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നവും. ഇത്രയൊക്കെ തന്നെ പറയുള്ളൂ. സോ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. സോ ആരും അനാവശ്യമായിട്ട് പുറത്തിറങ്ങാതിരിക്കുക. അത്ര തന്നെ പറയുള്ളൂ. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് പുതിയ വീഡിയോസ് ചെയ്യാം. ഓക്കെ, അതുവരേക്കും